ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം രൂക്ഷമാകുന്നു. സൂര്യതാപമേറ്റ് വിവിധ സംസ്ഥാനങ്ങളിലായി ഇതിനോടകം 70-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 7 സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ബീഹാർ എന്നീ 7 സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗം സമസ്ത മേഖലയെയും ബാധിച്ചു. 45-നും 50-നും ഇടയിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. മനുഷ്യമരണങ്ങൾ വർദ്ധിച്ചു. സൂര്യതാപമേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടി. ജന്തുജീവജാലങ്ങൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു. അക്ഷരാർത്ഥത്തിൽ വടക്കേ ഇന്ത്യയാകെ വെന്തുരുകുകയാണ്. രാജസ്ഥാനിലും ബീഹാറിലുമാണ് മരണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. ഉത്തർപ്രദേശിലും ബീഹാറിലും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥരും സൂര്യതാപമേറ്റ് മരിച്ചിരുന്നു. ഹിമാലയൻ യാത്രയ്ക്കെത്തിയ മലയാളി കഴിഞ്ഞ ദിവസമാണ് കടുത്ത ചൂടിൽ മരിച്ചത്. ഒഡീഷയിലും ജാർഖണ്ഡിലും താപനില ഉയർന്നു വരികയാണ്. രാജ്യതലസ്ഥാനത്തും സ്ഥിതിഗതികൾ കൈവിട്ട അവസ്ഥയാണ്. ഡൽഹിയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിനടുത്താണ് രേഖപ്പെടുത്തുന്നത്. ചൂടിനൊപ്പം ശുദ്ധജലക്ഷാമവും ഡൽഹിയുടെ ജനജീവിതത്തെ പിടിച്ചുകുലുക്കുന്നു. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യതലസ്ഥാനത്ത് തീപിടുത്ത കേസുകളുടെ എണ്ണവും ക്രമാതീതമായി ഉയരുകയാണ്. കൂടുതൽ ജാഗ്രത വേണമെന്നാണ് ഡൽഹി ഫയർ സർവീസ് വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിലും ചൂടുയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ജാഗ്രത തുടരുകയാണ്. ജനം, ഡൽഹി.